സഹൃദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 സെമി ഫൈനൽസ് മാച്ച് 2 ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പ്രഡിക്ഷൻ പോലെ തന്നെ 2-1 അർജൻറ്റീന വിജയിച്ചിരിക്കുകയാണ്. 55-ാമത്തെ മിനിറ്റിൽ റോഗേഴ്സിൻ്റെ അസിസ്റ്റിൽ ഗോർഡൻ അടിച്ച ആദ്യത്തെ ഗോള്. തുടർന്ന് 80 മിനിറ്റ് വരെ ഇംഗ്ലണ്ടിൻ്റെ എന്താ പറയുക ഫുൾ രീതിയിൽ ഇംഗ്ലണ്ട് കൺട്രോൾ ചെയ്ത് കളിച്ച പോലത്തെ ഒരു കളി. 80 മിനിറ്റ്സ് വരെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിഫൻസ് ആയിരുന്നു ഇംഗ്ലണ്ട്. ഓക്കെ, അത് 54 ഗോളിന് ശേഷം എന്താ പറയുക തോമസ് തുച്ചൽ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡിഫെൻസീവായി ഒരു എക്സ്ട്രാ ഡിഫൻഡറെ ഇറക്കി ഡിഫെൻസീവ് ആക്കാൻ നോക്കിയതാണ്. കംപ്ലീറ്റ്ലി 1-0 ജയിക്കാൻ പറ്റുമെന്ന് പുള്ളിക്കാരൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നു. കൂടെ മെസ്സിനെ ബോൾ തൊടിക്കാതിരിക്കാൻ വേണ്ടി 1-2 പേര് കൂടെ ഫുൾ ടൈം ഫിസിക്കലി കളിക്കുക എന്നുള്ള അജണ്ട ആയിട്ട് തന്നെയാണ് അവർ കളിച്ചത്. പക്ഷേ എന്താ പറയുക 62-ാമത്തെ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അർജൻറ്റീന കളിച്ചൊരു കളി അസാധ്യ കളിയായിരുന്നു. ഹെവിയായിട്ട് കളിച്ചെന്ന് പറഞ്ഞാൽ ഹെവി ആയിരുന്നു കേട്ടോ. നല്ലതായിട്ട് പൊസിഷൻ പിടിച്ച് അതുപോലെ നല്ല ഇംഗ്ലണ്ടിനെ ഡീപ്പിലോട്ട് പുഷ് ചെയ്യിച്ച് കളിച്ച് അതിനുശേഷം നല്ലൊരു 85-ാമത്തെ മിനിറ്റിൽ ഒരു മെസ്സി ഒന്ന് പുറത്തോട്ട് പോയി ഒരു പ്ലെയറിനെ അതായത് എൻസോ ഫെർണാണ്ടസിനെ ഫ്രീ ആക്കി ഒരു ഗോളും എടുത്ത് ആ ഒരു എൻസോ ഫെർണാണ്ടസിൻ്റെ ഫസ്റ്റ് ടച്ചും ആ ഗോളും ഒരു രക്ഷയില്ല, സൂപ്പർബ് ഗോൾ. അത് കഴിഞ്ഞ് ഒരു എന്താ പറയുക 90+2 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലൗതാരോ മാർട്ടിനസ് റൈറ്റ് ഫുട്ടിൽ, അത് മെസ്സി റൈറ്റ് ഫുട്ടിൽ അങ്ങനെ ക്രോസ് കൊടുക്കുന്നത് വളരെ ചുരുക്കമായിട്ട് കണ്ടുള്ളൂ. അങ്ങനെ റൈറ്റ് ഫുട്ടിൽ ഒരു ക്രോസറൊക്കെ കൊടുത്ത് തീരെ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മെസ്സിനെ പോലൊരു വ്യക്തിനെ തടുക്കാനായിട്ട് അവർ മാക്സിമം എന്ത് ചെയ്താലും 9 ഒരു ഡിഫെൻസീവായിട്ട് നിന്നാലും നമ്മുടെ ചെക്കൻ എന്താ പറയുക ക്രിയേറ്ററായിട്ട് മാറി ക്രിയേറ്റിവിറ്റിയിലോട്ടുള്ള ഒരു ഇതിലോട്ട് മാറി അവിടെ നിന്നൊരു എൻ്റെ പൊന്നോ ഉഗ്രം ക്രോസും ലൗതാരോ മാർട്ടിനസിൻ്റെ ഉഗ്രം ഒരു ഗോളും. എന്തായാലും ഒന്നും പറയില്ല. എവിടെ തെറ്റി എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിനെ പറ്റിയെന്ന് പറഞ്ഞാൽ അവർ 80 മിനിറ്റ് ആയപ്പോഴത്തേക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. എന്താ പറയുക ഫുള്ളി ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അർജൻറ്റീന 1-0 തോപ്പിക്കാൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വസിച്ചിടത്താണ് മെസ്സിയും ടീമും ആ ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ട് ഇത് കണക്കാക്കാം. ആദ്യമേ ഒരു ഭയങ്കര സ്ലോ സ്റ്റാർട്ടായിട്ട് തന്നെയാണ് അർജൻറ്റീന കളിച്ചത്. പേഷ്യൻ്റായിട്ട് പൊസിഷൻ ഫുട്ബോൾ തന്നെയാണ് കളിച്ചത്. അതിൻ്റെ എന്താ പറയുക മെസ്സി മിഡിലോട്ട് ഇറങ്ങി കളിച്ചു. കാരണം മെസ്സിനെ അധികം അവരിങ്ങനെ ബോൾ തൊടിക്കാതെ. ഇതിനിടയ്ക്ക് ബെല്ലിംഗാം ഒന്ന് മെസ്സിനെ ചൊറിഞ്ഞതാണോ പ്രൊവോക്ക് ചെയ്തതാണോ ഈ മെസ്സി ഇത്രയും വീണ്ടും പഴയ മോഡിൽ കുറച്ച് റൺസൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 10 ഡ്രിബിളോളം പയ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസാധ്യമായിട്ട് കളിച്ചെന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ട് കളിച്ചിട്ടോ, ഒന്നും പറയാനില്ല, കിടിലായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കളി മതിയാകുമോ സ്പെയിനെതിരെ എന്ന് യാതൊരു ഉറപ്പില്ല. കാരണം സ്പെയിനിൻ്റെ 2 ഓവർലാപ്പ് ചെയ്യുന്ന കുറുക്കുറലയും അതുപോലെ നമ്മുടെ എന്താ പറയുക പെഡ്രോ പോറയും 2 പേരും അസാധ്യമാണ്. രണ്ടും പോകുന്ന വഴി അടിപൊളിയാണ്. കൂടെ വയസ്സായാലും റോഡറി ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അവർ അസാധ്യ ടീമാണ്. എന്തായാലും നല്ലൊരു ഫൈനൽ തന്നെ പ്രതീക്ഷിക്കാം. അതിനു മുമ്പുള്ള ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള കളി എങ്ങനെയായിരിക്കും നോക്കാം. അതിന് വിശേഷമായിട്ട് കാണുമ്പോഴേക്കും ബൈ.